ഹലോ എവരിവൺ. നിങ്ങളൊരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ആണോ? എന്തൊക്കെയാണ് ഈ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആളുകളുടെ സയൻസ്? ഇന്നത്തെ വീഡിയോയിൽ എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺസിന്റെ സയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള പേഴ്സൺസ് എപ്പോഴും അവരുടെ സ്വപ്നങ്ങളെ മുറുകെ പിടിക്കുന്നവരായിരിക്കും. എപ്പോഴെങ്കിലുമൊക്കെ ലൈഫിൽ, ചിലപ്പോൾ ചെറുപ്പത്തിലായിരിക്കും അല്ലെങ്കിൽ വളർന്നു വരുന്ന ആ ഒരു കാലഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ തീവ്രമായിട്ട് നേടണമെന്ന് ആഗ്രഹിച്ച ഒരു സ്വപ്നം കാണും. ചിലപ്പോൾ ജീവിതത്തിൻ്റെതായിട്ടുള്ള ആ ഒരു യാത്രയിൽ ആ വഴിയൊക്കെ മാറിപ്പോയെങ്കിലും ആ സ്വപ്നം ഉള്ളിൽ കെടാതെ അതെനിക്ക് നേടിയെടുക്കണം, എപ്പോഴായാലും അതെനിക്ക് നേടണം എന്ന് കരുതി ആ ഡ്രീമിനെ ചേർത്ത് പിടിക്കുന്ന സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ആണെന്ന്. ഒരിക്കലും ഫെയിലിയർ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിൽ വീണു പോകാതെ, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും പരാജയം മാത്രമാണ് എന്ന് ചിന്തിക്കാത്ത കൂട്ടരാണ് ഈ എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺസ് എന്ന് പറയുന്നത്. ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനോടുള്ള ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മനോഭാവം എന്ന് പറയുന്നത്, പരാജയം എന്ന് പറയുന്നത് ജീവിതത്തിൽ എല്ലാ വ്യക്തികൾക്കും ഉണ്ടാകുന്നതാണെന്നും അത് ഓരോ പാഠങ്ങൾ പഠിക്കാനാണെന്നും കോമൺ ആണ് എന്ന് കരുതാനുമുള്ള ഒരു മനോധൈര്യം നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾ ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ആണ്. ഹാവ് റിയൽ ക്യൂരിയോസിറ്റി അബൌട്ട് ലൈഫ് ആൻഡ് ദ യൂണിവേഴ്സ്. എപ്പോഴും എല്ലാ കാര്യങ്ങളിലും ഒരു ക്യൂരിയോസിറ്റി. നമ്മൾ ലൈഫിൽ എങ്ങനെയാണ് ഈ ജീവിതം ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഈ യൂണിവേഴ്സ്, ഇതിനൊക്കെ അപ്പുറം, ഈ ജീവിതത്തിനപ്പുറം എന്തെങ്കിലും ഉണ്ട്, ഇങ്ങനെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ചിന്തകൾ മനസ്സിൽ കാണും. ക്യൂരിയസ് ആയിട്ട് അറിയാൻ, നമുക്കറിയാത്ത കുറെ രഹസ്യങ്ങൾ, ചുരുളഴിയാത്ത രഹസ്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്, അല്ലെങ്കിൽ ജീവിതത്തെ സംബന്ധിച്ചുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നു എങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ആണ് എന്നുള്ളതാണ്. മറ്റുള്ളവരെ കരുതാനും സഹായിക്കാനുമുള്ള ഒരു മനസ്സ് ഈ എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺസിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അത് ചിലപ്പോൾ സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ആയിക്കോട്ടെ. സഹായിക്കാനുള്ള മനസ്സ്, അവരുടെ ഒരു വിഷമഘട്ടത്തിൽ അവരെ ആശ്വസിപ്പിക്കാൻ, അല്ലെങ്കിൽ ഒരു സഹായം വേണ്ടിയെടുത്ത് സഹായം കൊടുക്കാനായിട്ടുള്ള ഒരു കഴിവ് ഈ കൂട്ടരുടെ ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു സഹായം ചെയ്യുമ്പോൾ എനിക്ക് നാളെ തിരിച്ചു കിട്ടും എന്ന്, അല്ലെങ്കിൽ ഒരു പ്രതിഫലം തിരികെ കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കില്ല ഒരിക്കലും സഹായം ചെയ്യുന്നത്. അതുപോലെ തന്നെ എമ്പതി എന്ന് പറയുന്നതും ഇവരുടെ ഒരു വലിയ അടയാളം തന്നെയാണ്. അതായത് ഇക്കൂട്ടരാണ് എന്തെങ്കിലും ഒരു വിഷമകരമായ ഒരു സാഹചര്യത്തിലൂടെ ആരെങ്കിലും കടന്നു പോകുന്ന അവരുടെ വിഷമം പറയുമ്പോൾ അവർ പോലും അറിയാതെ ആ വിഷമം ഈ പറയുന്ന വ്യക്തികൾക്ക്, അല്ലെങ്കിൽ ആ കേൾക്കുന്ന വ്യക്തികളെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അവരൊരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺസ് തന്നെയാണ്. എന്ത് കാര്യത്തിലും നല്ലത് കാണാനുള്ള കഴിവ്. നമ്മളുടെ ചുറ്റിനും ഒരുപാട് നെഗറ്റീവുകളും അല്ലെങ്കിൽ മോശപ്പെട്ട കാര്യങ്ങളും നടക്കാറുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും അതിൽ കൂടുതലും ഈ നെഗറ്റീവായിട്ടുള്ള വശങ്ങളിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ ഈ എക്സ്ട്രാ ഓർഡിനറി പേഴ്സണാലിറ്റി ഉള്ള അല്ല അങ്ങനത്തെ ആളുകളാണ് നിങ്ങളെങ്കിൽ എപ്പോഴും എന്ത് കാര്യത്തിന്റെയും നല്ല വശങ്ങൾ, എന്ത് ലൈഫിലൊരു സ്ട്രഗിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൂടെ കടന്നു പോയാലും അതിലൊരു നന്മ അല്ലെ ഒരു നല്ല വശം ഉണ്ട് എന്ന് തിരിച്ചറിയാനും അത് കണ്ടെത്താനും കഴിവുള്ള ഒരു ആളായിരിക്കും നിങ്ങൾ. കേൾക്കാനുള്ള മനസ്സ്. മറ്റുള്ളവര് അവരുടെ വിഷമതകളാകാം, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളൊരു ആക്റ്റീവ് ലിസണർ ആയിട്ട് അത് കേൾക്കാനായിട്ടുള്ള മനസ്സ് കാണിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ആണെന്നാണ്. ഇതൊക്കെയാണ് പൊതുവിൽ എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ, അതായത് അസാധാരണമായിട്ട് നമ്മളൊരു വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നതിന്റെ സയൻസ്. അപ്പൊ ഞാൻ ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ ചില വ്യക്തികൾക്ക് എന്തെങ്കിലുമൊക്കെ സാദൃശ്യങ്ങൾ സയൻസുകളിൽ കാണും, ചിലർക്ക് ഒന്നും കാണില്ല. ഇനി ഒന്നുമില്ല എങ്കിലും അതൊന്നും ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല, അല്ലെ? നമ്മളൊക്കെ എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺസ് തന്നെയാണ്. കാരണം നമ്മളൊക്കെ യുണീക്ക് ആയിട്ടുള്ള വ്യക്തികളാണ്. ഓരോ വ്യക്തികളും യുണീക്കാണ്, സ്പെഷ്യലാണ്. അപ്പം പലപ്പോഴും നമുക്കൊക്കെ അത് തിരിച്ചറിയാനായിട്ട്, അല്ലെങ്കിൽ ഞാനൊരു വിലയുമില്ലാത്ത വ്യക്തിയാണെന്ന് കരുതുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മളുടെ വാല്യൂ മനസ്സിലാകാത്തത്. ഈ ലോകത്തില് നമ്മൾ യുണീക്ക് ആയിട്ടുള്ള, അല്ലെ, ഒന്നിനെ പോലെ മറ്റൊന്നില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രഷ്യസ് ആയിട്ടാണ് പറയുന്നത്, അല്ലെ? ലോക മഹാത്ഭുതങ്ങൾ. എന്തുകൊണ്ടാണ് അവയെ നമ്മൾ ലോക മഹാത്ഭുതങ്ങൾ എന്ന് പറയുന്നത്? അതുപോലെ വേറൊരെണ്ണം ഇനി ഒരിക്കലും ഉണ്ടാകില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ ലോക മഹാ അത്ഭുതമായിട്ട് പറയുന്നത്. നമ്മളുടെ സാദൃശ്യത്തിലുള്ള 7 പേരല്ലേ, നമ്മളെ പോലെ 7 ആളുകൾ ഉണ്ടെന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും നമ്മളുടെ അതേ വ്യക്തിത്വവും അതേ സ്വഭാവ സവിശേഷതകളും ഒക്കെ ഉള്ള ഒരേ ഒരാളെ ഈ ലോകത്തുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊക്കെ സ്പെഷ്യൽ തന്നെയാണ്, എക്സ്ട്രാ ഓർഡിനറി ആണ്. ആ ഒരു തിരിച്ചറിവോട് കൂടി നമുക്ക് മുമ്പോട്ട് പോവാം. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.